ഹലോ ഗൈസ്, വെൽക്കം ടു റിയൽ ടോക്ക്. ഇറ്റ് സുമിത്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ആദ്യമായിട്ട് ചാനലിലേക്ക് വരുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ തുടങ്ങുക. അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തോ ആയിക്കോട്ടെ, അതിപ്പോൾ എന്നെ നെഗറ്റീവ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ പോസിറ്റീവ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ തെറിവിളികളായിക്കോട്ടെ, നല്ല കാര്യങ്ങളായിക്കോട്ടെ, ക്വസ്റ്റ്യൻസ് ആയിക്കോട്ടെ, എല്ലാ കാര്യങ്ങളും കമൻറ്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്യാനും വീഡിയോക്ക് മാക്സിമം ലൈക്ക് തരാനും ഈ വീഡിയോ ഇൻഫർമേറ്റീവ് ആയി നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാർക്ക് ഷെയർ ചെയ്തിട്ട് ഈ ഒരു ഇൻഫർമേഷൻ എത്തിക്കാനും നിങ്ങൾ 100% ശ്രമിക്കണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ വന്നിട്ടുള്ളത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്, അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാർക്ക് വളരെ ക്യൂരിയസ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. എന്താണ് ടോപ്പിക് എന്ന് പറഞ്ഞാൽ, എങ്ങനെയാണ് ഒരു മീം കോയിൻ വളരെ കുറവ്, ഇല്ലെങ്കിൽ വളരെ $1 കുറവൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഉണ്ടാക്കാൻ പറ്റുക എന്നുള്ളൊരു കാര്യമാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാം. അപ്പോൾ മെയിനായിട്ട് ഇതിൽ റെക്പുൾഡ് ഒരു കാര്യം ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ പറയുന്ന കാര്യങ്ങളും ഡീറ്റെയിൽസുകളും എല്ലാം എഡ്യൂക്കേഷണൽ പർപ്പസിനാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഇതിൽ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഭയങ്കര കുരുട്ടുബുദ്ധിയൊക്കെ ഉണ്ടെങ്കിൽ പല ഗ്രൂപ്പുകളിലൊക്കെ ഷെയർ ചെയ്ത് ഈ കോയ പമ്പാവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് പറ്റിക്കാൻ നോക്കിയെന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ ഐഡിയ ഒക്കെ പറഞ്ഞു തന്നു. എന്നാലും അങ്ങനെ പറഞ്ഞ് പറ്റിക്കരുത് എന്നുള്ളൊരു കാര്യം കൊണ്ടാണ് ഈ ഒരു കാര്യം കൂടി ഞാൻ പറയുന്നത്. അപ്പോൾ ഈ കുറേ ആൾക്കാർ ഇങ്ങനെ ടോക്കൺസ് ഒക്കെ ഇട്ട് ഈ ഒരു ടോക്കൺ ട്വിറ്ററിൽ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളിത് മേടിച്ചു നല്ല റേഞ്ചിൽ പോകാൻ പറ്റുന്ന ഒരു ടോക്കൺ ആണെന്ന് പറഞ്ഞാൽ നിങ്ങളത് എന്ത് ചെയ്യും, അത് വാങ്ങാനൊക്കെ പോകും. അങ്ങനെ ഒരിക്കലും വാങ്ങരുത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം കൂടി, ഒരു നെഗറ്റീവ് സൈഡും കൂടി ഞാൻ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് വളരെ ചിലവ് കുറച്ചിട്ട് ഒരു മീം കോയിൻ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. അപ്പോൾ എന്താണ് ആൾ കോയിൻ, എന്താണ് മീം കോയിൻ, അതേപോലെ തന്നെ എന്താണ് സ്റ്റേബിൾ കോയിൻ, നിങ്ങൾക്ക് തീർച്ചയായിട്ടും അറിയണം. മീം കോയിൻ എന്ന് പറയുന്നത് എനിക്കുണ്ടാക്കാം, ഈ ഒരു വീഡിയോ കാണുന്ന നിങ്ങൾക്ക് ഉണ്ടാക്കാം, ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കമ്പനിക്ക് ഉണ്ടാക്കാം, ഇല്ലെങ്കിൽ ഒരു വലിയ കമ്പനിക്ക് ഉണ്ടാക്കാം, അങ്ങനെയുള്ള ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റിയ ഒരു ക്രിപ്റ്റോ കോയിൻ ആണ് ഈ ഒരു മീം കോയിൻ, നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഈ ഒരു മീം കോയിനിൽ ഒരുപാട് നല്ല ഹൈപ്പായിട്ടുള്ള ഡോജി കോയിനും ട്രംപും അങ്ങനെയുള്ള ഒരുപാട് മീം കോയിൻ ഉണ്ടെങ്കിലും നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ കുറവായിട്ടുള്ള പൈസയിൽ എങ്ങനെ നമുക്കൊരു മീം കോയിൻ ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന ആദ്യത്തെ ആൾക്കാർക്ക് മൈൻഡിലേക്ക് പോകുന്നത് ഒരു പ്ലാറ്റ്ഫോം പമ്പ് ഫൺ എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ പമ്പ് ഫണ്ടിലൊക്കെ നമുക്ക് എത്രത്തോളം ഒരുപാട് നമുക്കൊരു 5000 രൂപ 3000 രൂപയൊക്കെ അടുത്ത് വരുന്നുണ്ട്. അതിൽ പ്രോപ്പറായിട്ട് ഒരു കോയിൻ DXലും അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ലിസ്റ്റ് ചെയ്യാനും അതേപോലെ തന്നെ നമുക്ക് അവിടെ വന്ന് ട്രേഡ് ചെയ്യാനും ഒരു ചിലവെന്ന് പറയുന്നത്. അപ്പോൾ നല്ല രീതിയിലൊരു ചിലവുള്ള പ്ലാറ്റ്ഫോമുകൾ ഒരുപാടുണ്ട്. അങ്ങനെയുള്ള പ്ലാറ്റ്ഫോമിൽ വന്നിട്ടുള്ള കോയിൻസ് വെച്ചിട്ടാണ് ഒരുപാട് ആൾക്കാർ എന്ത് ചെയ്യുന്നത്, റെക്പുള്ളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പം ഞാൻ ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത്, നിങ്ങൾക്ക് വെറും $1 ഉണ്ടെങ്കിൽ നമുക്ക് എന്താണ് ഒരു മീം കോയിൻ ഉണ്ടാക്കാം. അപ്പോൾ ഈ ഒരു മീം കോയിനിൽ കുറച്ച് കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, കുറച്ച് ചീപ്പായിട്ടുള്ള നെറ്റ്വർക്ക് ഉണ്ട്. അപ്പോൾ അതിലൊന്ന് പ്രധാനമായിട്ടുള്ള നെറ്റ്വർക്കാണ് ഈ ഒരു BSC അല്ലെങ്കിൽ ബിനാൻസ് സ്മാൾ ചെയിൻ എന്ന് പറഞ്ഞിട്ടുള്ളത്, അതേപോലെ തന്നെ സൊലാന എന്ന് പറഞ്ഞിട്ടുള്ളതും, അതേപോലെ തന്നെ പോളിഗൺ എന്ന് പറഞ്ഞിട്ടുള്ളതും. അപ്പോൾ എന്തായാലും ഒരുപാട് വെറുപ്പിക്കാതെ ഞാൻ വെബ്സൈറ്റിലേക്ക് പോവാം. അപ്പോൾ ഞാനിവിടെ വെബ്സൈറ്റിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ഉപയോഗിക്കാൻ പോകുന്ന വെബ്സൈറ്റ് ഏതാണെന്ന് പറഞ്ഞാൽ ക്രിപ്റ്റോ ടൂൾസ് എന്ന് പറഞ്ഞിട്ടുള്ള വെബ്സൈറ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഒരുപാട് ചെയ്യുന്ന അങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ചിട്ടല്ല നമുക്ക് എന്ത് ചെയ്യുന്നില്ലെങ്കിൽ ഒരുപാട് നെറ്റ്വർക്ക് ഉപയോഗിച്ചിട്ടല്ല നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു മീം കോയിൻ ഉണ്ടാക്കുന്നത്. നമുക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു കോയിൻ ഏതൊക്കെ നെറ്റ്വർക്കിലാണെന്ന് ചോദിച്ചു എന്ന് പറഞ്ഞാൽ BEP20ലും അതേപോലെ തന്നെ ERC20ലും ആയിരിക്കും നമ്മൾ ഇവിടെ ഒരു ടോക്കൺ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ക്രിപ്റ്റോ ടൂൾസ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ റീസെൻ്റ്ലി വന്നിട്ടുള്ളതാണ്. ഒരുപാട് ഒക്കെ അല്ലെങ്കിൽ ഫീച്ചേഴ്സ് ഒക്കെ ഇതിൽ വരാനുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതേപോലെ തന്നെ BSC ചെയിനിൽ നമുക്ക് വളരെയധികം കുറവായിട്ട് മാത്രം നമുക്ക് എന്ത് ചെയ്താൽ മതി, ഒരു ഫീ കൊടുത്താൽ മതി. ഒരു ടോക്കൺ ഉണ്ടാക്കാൻ ഒരു ഫീയും കൊടുക്കണ്ട, നിങ്ങൾക്ക് ഡിപ്ലോ ചെയ്യാൻ മാത്രം എന്ത് ചെയ്യാൻ മതി, ഇവിടെ ഒരു ഫീ മതി എന്നുള്ളൊരു കാര്യമാണ് ഇവിടുത്തെ ഹൈലൈറ്റ്. അപ്പോൾ ഞാനിവിടെ വന്ന വെബ്സൈറ്റിലേക്ക് വന്നാൽ തന്നെ നിങ്ങൾക്ക് ഇവിടെ വാലറ്റ് കണക്ഷൻ ഉണ്ടാവും. നിങ്ങൾ മെറ്റാമാസ്ക് തന്നെ കണക്ട് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾ പുതിയതായിട്ടൊരു വാലറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് തന്നെ എന്ത് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക. റെക്പുൾ ചെയ്യാനുള്ള ഒരു ഐഡിയ അല്ല ഞാൻ തരുന്നത്, പുതിയതായിട്ടൊരു വാലറ്റ് ചെയ്തിട്ട് തന്നെ ഒരു ടോക്കൺ ഉണ്ടാക്കുക എന്നുള്ളൊരു ബേസിക് നോളേജ് ആണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ ടോക്കൺ ജനറേറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ബാക്കിയുള്ള ലോഞ്ച് പാഡും അതേപോലെ തന്നെ ടോക്കൺ ലോക്കറും അതേപോലെ തന്നെ മൾട്ടി സെൻറ്ററും എയർ ഡ്രോപ്പും നിങ്ങൾക്ക് ഇവിടെ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ NFTസും അങ്ങനെയുള്ള കൂടുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർ കമ്മിങ് സൂൺ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ആ ഒരു കാര്യങ്ങളൊക്കെ ഇത് വരുമ്പോൾ എക്സ്പ്ലോർ ചെയ്യാം. അപ്പോൾ ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് ഒരു ടോക്കൺ ഇവിടെ ജനറേറ്റ് ചെയ്ത് പാൻകേക്ക് സ്വാപ്പിൽ എങ്ങനെയാണ് ട്രേഡ് ചെയ്യുക, അല്ലെങ്കിൽ എങ്ങനെയാണ് അതിന് ലിക്വിഡിറ്റി കൊടുക്കുക എന്നുള്ളൊരു കാര്യമായിരിക്കും. അപ്പോൾ ടോക്കൺ ജനറേറ്റർ എന്ന് പറഞ്ഞിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഒരുപാട് ഓപ്ഷൻ കിടക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ പറയാൻ പോകുന്നത് സിമ്പിളായിട്ട് പൈസ ഒന്നും കൊടുക്കാത്ത രീതിയാണ്. പക്ഷെ നിങ്ങൾക്ക് ഈ ഫീച്ചേഴ്സ് എല്ലാ രീതിയിലും എടുത്തിട്ട് നിങ്ങൾ ഒരു ടോക്കൺ ജനറേറ്റ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ, നിങ്ങളൊരു ഡെവലപ്പറൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഓരോ ഫെസിലിറ്റീസും അല്ലെങ്കിൽ ഓരോ ഫീച്ചേഴ്സും നമുക്ക് എന്താണ് ഉപയോഗിക്കാം. അപ്പോൾ ഒരുപാട് അഡ്വാൻസ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ അവർ ഇത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെയുള്ള ലേറ്റസ്റ്റ് ആയിട്ടും അഡ്വാൻസ് ആയിട്ടും ഒരുപാട് ഫീച്ചേഴ്സൊക്കെ ഉള്ള ഓരോ പ്ലാൻ നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ
പ്ലാറ്റ്ഫോമിലും ഇതിനൊക്കെ എന്താണ് നല്ല രീതിയിൽ തന്നെ ഒരു BNB നിങ്ങളുടെ നിന്ന് ചിലവാകുന്നതാണ് എന്നുള്ളൊരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കണം. അപ്പം ഞാൻ ഫസ്റ്റ് തന്നെ സിമ്പിളായിട്ടുള്ള ഒരു മീം കോയിൻ ആണ് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ടോക്കൺ നെയിം എന്ന് പറയുന്ന അവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ഞാൻ ആൾറെഡി റിയൽ ടോക്കി സുമിത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോയിൻ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ എന്നാലും ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യാണ് കാണിച്ചു തരാണ്. റിയൽ ടോക്കി സുമിത്താണ് എൻ്റെ ഈ ഒരു കോയിൻ്റെ പേര് ഞാൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ടോക്കൺ സിമ്പിൾ ഇല്ലെങ്കിൽ ടിക്കർ എന്ന് പറഞ്ഞിട്ട് അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ബിറ്റ് കോയിനിൽ BTC എന്ന് പറയുന്ന പോലെ ഞാൻ റിയൽ ടോക്കി സുമിത്ത് എന്ന് പറയുന്നതിന് RTWS എന്ന് പറഞ്ഞിട്ടുള്ളതാണ് എൻ്റെ ടിക്കർ ഞാൻ കൊടുക്കുന്നത്. അതേപോലെ തന്നെ ടോക്കൺ ഡെസിമൽ ഇത് തന്നെ ഇരിക്കട്ടെ. അതേപോലെ തന്നെ നിങ്ങൾക്ക് എത്രത്തോളം സപ്ലൈ എന്ന് പറയുന്നത് ഞാനിവിടെ 10,000 ടോക്കൺ ആണ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് അത് എത്ര വേണമെങ്കിലും കൊടുക്കാം, ഇല്ലെങ്കിൽ ഭയങ്കര മിനിമം ആയിട്ടും കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 100 ടോക്കൺ ആണ് ജനറേറ്റ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളൊരു കാര്യം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും, എൻ്റെ ടോക്കൺ ഒരു ലിക്വിഡിറ്റി ഒക്കെ കൊടുക്കുമ്പോൾ ഒരു വാല്യൂ ഒക്കെ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റില്ലേ എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ അത് കൊടുത്ത ഉടനെ തന്നെ നമുക്ക് ഇവിടെ ടോക്കൺ ഓണറിൻ്റെ അഡ്രസ്സ്, എൻ്റെ അഡ്രസ്സ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അതേപോലെ തന്നെ വലിയ ടേംസ് ആൻഡ് കണ്ടീഷൻ നമ്മൾ എന്ത് ചെയ്യുന്നു, കണ്ടിന്യൂ ചെയ്ത ഉടൻ തന്നെ ടോക്കൺ നമുക്ക് ഇവിടെ ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സിമ്പിളായിട്ട് വേറൊരു പ്ലാറ്റ്ഫോമിൽ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റില്ല എന്നുകൊണ്ടാണ് ഈ ഒരു പുതിയ പ്ലാറ്റ്ഫോം ഞാൻ നിങ്ങളോട് പറയുന്നത്. അപ്പോൾ നേരെ താഴോട്ട് വന്നു എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റും ടോക്കൺ വിൽ ബി സെൻഡ് ടു എൻ്റെ വാലറ്റിൻ്റെ അഡ്രസ്സും അതേപോലെ തന്നെ പ്ലാറ്റ്ഫോം ഫീ എന്ന് പറയുന്നത് 0 BNB ആണ് എന്നുള്ളൊരു കാര്യം. അപ്പോൾ നമുക്കിവിടെ അടുത്ത് ചെയ്യാനുള്ളത് ഡിപ്ലോയ് ചെയ്യുക എന്നുള്ള കാര്യമാണ്. അപ്പോൾ ഡിപ്ലോയ് ചെയ്തു എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വാലറ്റിൽ നിങ്ങൾക്ക് ഒരു ഫീ മാത്രമാണ് ചിലവ് വരുള്ളൂ. അപ്പോൾ ഈ ഒരു ഫീ എന്ന് പറയുന്നത് $0.07 മാത്രമാണ് ഇവർ എന്ത് ചെയ്യുന്നുള്ളൂ, ഒരു ഫീ എടുക്കുന്നുള്ളൂ. അപ്പോൾ നമുക്കിവിടെ എത്ര 7 രൂപയൊക്കെയാണ് ഒരു ടോക്കൺ ജനറേറ്റ് ചെയ്ത് ഡിപ്ലോയ് ചെയ്യാൻ നമുക്കിവിടെ ചിലവായിട്ടുള്ളൂ എന്നുള്ളൊരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക മനസ്സിലാക്കുക. ഇത് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ നമുക്ക് ടോക്കൺ ജനറേറ്റ് ചെയ്ത് കഴിയും. അത് കഴിഞ്ഞിട്ട് നമുക്ക് പാൻ കേക്ക് സ്വാപ്പിൽ പോയിട്ട് ഇതിൻ്റെ ലിക്വിഡിറ്റി കൊടുക്കാനുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഓപ്ഷനും ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ആൾറെഡി തന്നെ ടോക്കൺ ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. കൺഗ്രാജുലേഷൻ, യുവർ ടോക്കൺ ഹാസ് ബീൻ ക്രിയേറ്റഡ് ആൻഡ് ഡിപ്ലോയിഡ് ഓൺ BSC എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാറ്റ്ഫോമിൽ. അപ്പോൾ നമുക്കിവിടെ ടോക്കൺ അഡ്രസ്സ് കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ ട്രാൻസാക്ഷൻ ഹാഷിൻ്റെ അഡ്രസ്സും നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളിവിടെ അടുത്ത് ചെയ്യാൻ പോകുന്നത് പാൻ കേക്ക് സ്വാപ്പിൽ ഇതിനൊരു ലിക്വിഡിറ്റി പ്രൊവൈഡ് ചെയ്യുക, അല്ലെങ്കിൽ ഈ ഒരു ടോക്കൺ ഒരു വാല്യൂ കൊടുക്കുക എന്നുള്ളൊരു കാര്യമാണ്. ആ ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ പാൻ കേക്ക് സ്വാപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഓപ്ഷൻ എടുക്കുക. ഈ ഒരു പാൻ കേക്ക് സ്വാപ്പിലാണ് ഒരുപാട് ആൾക്കാർ എന്ത് ചെയ്യുന്നത്, ട്രേഡിങ്ങും ഇല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ റീസെൻ്റ്ലി തന്നെ എടുത്തു എന്ന് പറഞ്ഞാൽ നമുക്ക് ഓപ്പൺ ലൂപ്പ് അങ്ങനെയുള്ള ഒരുപാട് പ്രൊജക്റ്റുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു പ്ലാറ്റ്ഫോമിൽ എടുക്കുന്നുണ്ട്. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഒരു BSC ചെയിനും ഇല്ലെങ്കിൽ ERC20 ചെയിനിലായതുകൊണ്ടാണ്. അപ്പോൾ നമുക്കിവിടെ എന്ത് കിട്ടിയിട്ടുണ്ട്, എൻ്റെ ടോക്കൺ അഡ്രസ്സിൻ്റെ ഇല്ലെങ്കിൽ കോൺട്രാക്ട് അഡ്രസ്സ് കിട്ടിയിട്ടുണ്ട്. ഞാൻ 100 ടോക്കണാണ് ഇവിടെ ജനറേറ്റ് ചെയ്തിട്ടുള്ളത്. എൻ്റെ വാലറ്റിൽ എനിക്ക് 100 ടോക്കൺ ഇവിടെ ജനറേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ടോക്കണിൻ്റെ അഡ്രസ്സ് കോപ്പി ചെയ്തിട്ട് നേരെ പാൻ കേക്ക് സ്വാപ്പിൽ നമ്മൾ ഇതിൽ വന്ന് ലിക്വിഡിറ്റി കൊടുക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ പാൻ കേക്ക് സ്വാപ്പിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള മീം കോയിൻ ട്രേഡ് ചെയ്ത് കാണിച്ചു തരിക, അല്ലെങ്കിൽ എങ്ങനെയാണ് ലിക്വിഡിറ്റി കൊടുക്കുക എന്നുള്ളൊരു കാര്യമാണ്. ഇവിടെ ഇൻഫിനിറ്റി പൂളൊക്കെ എങ്ങനെയാണ് ആഡ് ചെയ്യുക എന്നുള്ളൊരു കാര്യമായിരിക്കും. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നമ്മുടെ വാലറ്റ് കണക്ഷൻ ഉണ്ടാവും. ട്രേഡ് പ്രെപ്റ്റ് ഏൺ ബ്രിഡ്ജ് പ്ലേ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ഏൺ എന്ന രീതിയിൽ നമുക്ക് ഇവിടെ ലിക്വിഡിറ്റി ഇല്ലെങ്കിൽ ഫാം എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ആഡ് ലിക്വിഡിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ടോക്കണിൻ്റെ കാര്യങ്ങളും ഏതിലേക്കാണ് ഇതിൽ ലിക്വിഡിറ്റി കൊടുക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ V3 V2 സ്റ്റേബിൾ സ്വാപ്പ് എന്നുള്ള എല്ലാ കാര്യങ്ങളും നമുക്കിവിടെ കാണും. പെയറും അതേപോലെ തന്നെ പൂൾ ഫിൽറ്റേഴ്സും ഇവിടെ കാണാം. അപ്പോൾ BNB ഇവിടെ ടോക്കൺ പെയർ തന്നെ വെച്ചിട്ട് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് എൻ്റെ ടോക്കൺ ആൾറെഡി ആഡ് ചെയ്തിട്ടുള്ള ടോക്കൺ ഞാനിവിടെ എന്ത് ചെയ്യാൻ പോകുന്നത്, ആഡ് ചെയ്യാണ്. എന്നിട്ട് ഇവിടെ നെക്സ്റ്റ് ഒന്ന് കൊടുത്തു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ക്രിയേറ്റ് ഇൻഫിനിറ്റി പൂൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു പൂളും ലിക്വിഡിറ്റിയൊക്കെയാണ് ആൾക്കാർ ബ്രേക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പോകുന്നത്, നിങ്ങൾ റെഡ് പൂളൊക്കെ ചെയ്യാൻ പോകുന്നത് എന്നുള്ളൊരു കാര്യമാണ് ഞാനിവിടെ കാണിച്ചു തരുന്നില്ലെങ്കിൽ എങ്ങനെയാണ് ട്രേഡ് ചെയ്യുന്നത്, നമ്മൾ ചെയ്തിട്ടുള്ള ടോക്കൺ എങ്ങനെയാണ് വാല്യൂ കൊണ്ടുവരുന്നത് എന്നുള്ളൊരു കാര്യം. അപ്പോൾ ഇവിടെ ചൂസ് ആൻഡ് ടോക്കൺ പേയേഴ്സും അതേപോലെ തന്നെ എൻ്റെ BNB ആണ് എൻ്റെ വാലറ്റ് ഉള്ളത്, അതുകൊണ്ട് തന്നെ ഞാൻ BNB ഇവിടെ എടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇത് എത്രത്തോളം ഫീ ലെവലാണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ളൊരു കാര്യം ഇവിടെ ചോദിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്കിവിടെ എനേബിൾ ഹുക്ക് സെറ്റിംഗ് എന്ന് പറയുന്നത് സെലക്ട് ഫ്രം ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത് തന്നെ ഞാൻ സാധാരണ ഇവർ പറയുന്ന ഒരു രീതിയിൽ തന്നെ ചെയ്യുന്നുണ്ട്. ഫീൻ്റെ കാര്യങ്ങളാണ് അവിടെ കൊടുക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ ഇവിടെ പ്രൈസ് റേഞ്ച് ആണ് ഫസ്റ്റ് തന്നെ സെറ്റ് ചെയ്യേണ്ടത്. സെറ്റ് സ്റ്റാർട്ടിംഗ് പ്രൈസ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ അവരോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 0.00001 എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിലാണ് ഞാൻ എന്ത് ചെയ്യുന്നുള്ളൂ, എൻ്റെ ടോക്കൺ വാല്യൂ കൊടുക്കുന്നുള്ളൂ. എന്നിട്ട് 0.1 എന്ന് പറഞ്ഞിട്ടുള്ള റേഞ്ചിലാണ് ഞാൻ എന്ത് ചെയ്യുന്നത് വെക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു വാലറ്റിൽ എത്രത്തോളം ഉണ്ട്, അതേപോലെ തന്നെ എത്രത്തോളം ടോക്കണാണ് കിടക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്താണ് ഈ ഒരു ഭാഗത്ത് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇവിടെ 0.1% ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ടോക്കണിൻ്റെ വാല്യൂ പെർ BNB ഇത്രയാണ് എന്നുള്ളൊരു കാര്യങ്ങൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ 0.0002 എന്ന് പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ ഒരു BNB ആണ് ഞാൻ എന്ത് ചെയ്യുന്നത്, എൻ്റെ ടോക്കൺ ഇവിടെ കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ ഏറ്റവും കൂടുതൽ ഒരു 0 കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നാലാണ് നമ്മുടെ ഈ ഒരു റേഞ്ചിന് നമുക്ക് എന്ത് വരുള്ളൂ, ഈ ഒരു വാല്യൂ വരുള്ളൂ. അപ്പോൾ ആദ്യം ഞാൻ
ഞാനിത് സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് 0.1% എന്ന് സെറ്റ് ചെയ്യുമ്പോൾ 0.0002 എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിൽ നമുക്ക് എന്താണ് ഇവിടെ BNB ആഡ് ചെയ്ത് എടുക്കാം. അപ്പോൾ എത്രത്തോളം നിങ്ങളുടെ ടോക്കൺ വാല്യൂ കുറയ്ക്കുന്നോ അത്രത്തോളം നമ്മൾ എന്താണ് പൈസ കുറച്ച് ഇവിടെ കൊടുത്താൽ മതി. ഇപ്പോൾ ഇല്ലെങ്കിൽ നല്ല രീതിയിൽ തന്നെ നമ്മൾ ഈ ഒരു ടോക്കൺ വാല്യൂ ഒക്കെ വരുന്നുണ്ടെങ്കിൽ നല്ലൊരു ഫുൾ റേഞ്ചിലൊക്കെ കൊടുത്തു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് ഇവിടെ ഒരു നല്ല വാല്യൂ ഒക്കെ നിങ്ങളുടെ ടോക്കൺ കൊടുത്തു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അതെന്താണ് നല്ലൊരു വാല്യൂ തന്നെ നിങ്ങളുടെ ടോക്കൺ നമുക്ക് മാർക്കറ്റിലേക്ക് ലിസ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കാര്യമാണ്, വ്യത്യാസമാണ് ഇവിടെയുള്ളത്. അപ്പോൾ 0.00002 ഇത്രയായാലും എൻ്റെ BNB എനിക്ക് അത്രത്തോളം കൊടുക്കാൻ വയ്യ. അതുകൊണ്ട് തന്നെ 0.000 വീണ്ടും ഒരു 0 എടുത്തിട്ട് ഇവിടെ 1 എന്ന് പറഞ്ഞിട്ടുള്ള വാല്യൂ എടുക്കുകയാണ്. അപ്പോൾ ദ സ്റ്റാർട്ടിംഗ് സ്പേസ് ഈസ് സ്പെസിഫൈഡ് റേഞ്ച് എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ 0.05 പൂൾ എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിലാക്കുന്നുണ്ട്, ഇല്ലെങ്കിൽ 0.01 എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ക്രിയേറ്റ് കൊടുത്തു എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ് ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കൺഫേം ആവും, ഇല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ കൊടുത്തിട്ടുള്ള ഈ ഒരു പെയർ ആൻഡ് സിസ്റ്റം എന്താണ് കൺഫേം ആവില്ല എന്നുള്ളൊരു കാര്യം എന്താണ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീണ്ടും ഈ ഗ്യാസ് ഫീ എല്ലാ കാര്യങ്ങളൊക്കെ തിരിച്ച് കിട്ടുമെന്ന് ചോദിച്ചാൽ ഗ്യാസ് ഫീ തിരിച്ച് കിട്ടില്ല. പക്ഷേ നമ്മൾ ചെയ്തിട്ടുള്ള ഒരു ഫങ്ഷനാലിറ്റി എന്തായാലും ആ ഒരു ടോക്കൺ അവിടെ കറക്റ്റായിട്ട് നടന്നില്ലെങ്കിൽ ആ ഒരു ടോക്കൺ തിരിച്ച് ബാലൻസ് ആയിട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടും എന്നുള്ളൊരു കാര്യം ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡിഫിക്കൽട്ടീസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്ത് ചെയ്യാം, എൻ്റെ അടുത്ത് പറയാം. ഞാനിവിടെ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യമാണെങ്കിൽ അത് നിങ്ങൾക്ക് എന്താണ് തീർച്ചയായിട്ടും പറയാം എന്നുള്ളൊരു കാര്യം ഞാൻ അവിടെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ലിക്വിഡിറ്റി ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആഡ് ലിക്വിഡിറ്റി ടോട്ടൽ വോളിയം സംതിങ് ഇനിയും നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനൊക്കെ എനിക്ക് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീണ്ടും വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇവിടെ നിന്ന് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ 0.0002 എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ 0.02 എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിൽ വീണ്ടും ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വീണ്ടും ഞാൻ ആഡ് ചെയ്യുമ്പോൾ ഇതിൻ്റെ വാല്യൂ കൂടും. അപ്പോൾ ഇത് ടോട്ടലായിട്ട് ഇത് എന്ത് ചെയ്യും, റിമൂവ് ചെയ്യുമ്പോഴാണ് നമ്മൾ മേടിച്ച് വയ്ക്കുന്ന സമയത്ത് അതിൻ്റെയിലായിരിക്കും ഏറ്റവും കൂടുതൽ ടോക്കൺ ഹോൾഡിംഗ് ഒക്കെ ഉണ്ടാവുക. ആ ഒരു സമയത്ത് എന്താണ് നമ്മുടെ കയ്യിലുള്ള പൈസയൊക്കെ പോവും. അവർക്ക് നല്ല രീതിയിൽ തന്നെ ആ ഒരു ലിക്വിഡിറ്റിയും അതേപോലെ തന്നെ അതിന് നല്ലൊരു വാല്യൂയും കിട്ടാനുള്ള ഒരു പരിപാടിയാണ് ഈ ഒരു ലിക്വിഡിറ്റി ആഡ് ചെയ്യലും ലിക്വിഡിറ്റി റിമൂവ് ചെയ്യലും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പരിപാടി. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ഞാനിപ്പോൾ കാണിച്ചു തന്നത് സിമ്പിൾ ആയിട്ടുള്ള ഒരു വെബ്സൈറ്റ് ആണ്. അപ്പോൾ ആ ഒരു സിമ്പിൾ ആയിട്ടുള്ള വെബ്സൈറ്റിൽ എങ്ങനെയാണ് ഈ ഒരു ടോക്കൺ ചെയ്യുക, അതേപോലെ തന്നെ നമ്മൾ കൊടുത്തിട്ടുള്ള ഈ ഒരു വാല്യൂ എത്രത്തോളം വാല്യൂ ആണ് വന്നിട്ടുള്ളത്, വളരെ കുറവാണ്. 0.001 ലെസ് ആണ് ഒരു പെർ നമ്മുടെ ഈ ഒരു ടോക്കൺ ഇവിടെ എന്നുള്ള രീതിയിൽ നമുക്ക് കാണാം. അപ്പോൾ ഞാനിവിടെ ട്രേഡിലേക്ക് വരികയാണ്. ട്രേഡിലേക്ക് വന്നിട്ട് എൻ്റെ ടോക്കൺ ഞാനിവിടെ എന്ത് ചെയ്യാൻ പോവാണ്, ചെറുതായിട്ട് ഒന്ന് ട്രേഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ RTWS എന്ന് പറഞ്ഞിട്ടുള്ള ടോക്കൺ ഇവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ BNB കൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, എൻ്റെ കയ്യിലുള്ള ഒരു 0.0030 കഴിഞ്ഞിട്ട് ഒരു 1 BNB ഞാൻ എന്ത് ചെയ്യാൻ പോകണം, ഇത് വെച്ച് ട്രേഡ് ചെയ്യാൻ പോകണം. അപ്പോൾ 0.0001 BNB വെച്ച് ഞാൻ ട്രേഡ് ചെയ്യാണ്. അപ്പോൾ നമുക്കിവിടെ കുറച്ച് കാര്യങ്ങൾ ലാഗ് ഒക്കെ ഉണ്ടാവും. എന്നാലും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ഇനി കൺഫേം ചെയ്യാൻ പറ്റും. എന്താ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ലിക്വിഡിറ്റി ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 0.001 എന്ന് പറഞ്ഞിട്ട് 0.0001 എന്ന് പറയുമ്പോൾ തന്നെ 0.something dollars ആണ്. ഇവിടെ 1 2 3 എന്ന് ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു $10 അല്ലെങ്കിൽ 0.1 സെൻറ്റിലൊക്കെ എനിക്ക് വാങ്ങാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ സ്വാപ്പ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഫസ്റ്റ് ട്രേഡ് ഞാൻ എന്ത് ചെയ്തിരിക്കുകയാണ്, ഇവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഇത് ചെയ്ത് നിങ്ങൾക്ക് ഒരു ലിക്വിഡിറ്റി ഒക്കെ ആഡ് ചെയ്ത് ഒരുപാട് ആൾക്കാരെ കൊണ്ട് മേടിപ്പിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരുപാട് ആൾക്കാരെ പറ്റിക്കാനും ഈ ഒരു കാര്യത്തിൽ പറ്റും. അപ്പോൾ ഇതൊരു എഡ്യൂക്കേഷണൽ പർപ്പസ് ആയിട്ട് മാത്രം നിങ്ങൾ തീർച്ചയായിട്ടും തിരഞ്ഞെടുക്കുക. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾക്ക് എന്തായാലും മനസ്സിലായിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ വളരെ യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ട്, അതേപോലെ തന്നെ പറ്റിക്കാനുള്ള ഡൗട്ടുകളൊന്നും എൻ്റെ അടുത്ത് ചോദിക്കരുത്. ഇതിൽ എന്തെങ്കിലും വേറെ എന്തെങ്കിലും കാര്യങ്ങൾക്കൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്ത് ചെയ്യാം, ഈ എൻ്റെ അടുത്ത് ചോദിക്കുക. അല്ലെങ്കിൽ ഈ വീഡിയോൻ്റെ കമൻറ്റ് സെക്ഷനിൽ വന്നിട്ട് നിങ്ങൾക്ക് പറയാം. ഈ ഒരു കാര്യങ്ങൾ ഡാറ്റ കാര്യങ്ങളൊക്കെ കുറച്ച് സമയം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജനറേറ്റ് ആവും. എന്തായാലും ഞാൻ കൊടുത്തിട്ടുള്ള എൻ്റെ ഒരു വാല്യൂയും അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് എന്താണ് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഞാൻ ആൾറെഡി കൊടുത്തിട്ടുള്ള എൻ്റെ ട്രേഡ് ഇവിടെ കാണാം, ഞാൻ എത്രത്തോളമാണ് എൻ്റെ ഉള്ളത് എന്നുള്ളൊരു കാര്യം, ലിക്വിഡിറ്റിയും ട്രേഡും എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വളരെ വളരെ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് സെക്ഷനിൽ പറയണം. അതേപോലെ തന്നെ പുതിയൊരു വീഡിയോ, അടുത്ത വീഡിയോ എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ, ഒരുപാട് ആൾക്കാർ ട്വിറ്ററിലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പോസ്റ്റ് ഇട്ടിട്ട് ഒരുപാട് ഇൻകം ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിശയമല്ലേ. അപ്പോൾ ചില ആൾക്കാരുടെ വീഡിയോയിലൊക്കെ കണ്ടു $30 $10 ഒരാഴ്ച 2 ആഴ്ചയൊക്കെ ഇതിൽ എൻഗേജ്മെൻറ്റ് ആയില്ലെങ്കിൽ അവരിനെ പറ്റി പോസ്റ്റ് ചെയ്തു, അവരിനെ പറ്റി പ്രൊമോട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പൈസ കിട്ടുമോ അത്രേ. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ നമുക്ക് ആ ഒരു പരിപാടി പിടിച്ചിട്ട് എല്ലാവർക്കും നല്ല രീതിയിൽ തന്നെ പൈസ ഉണ്ടാക്കുന്ന ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞുതരാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം തരുന്നു. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ലതാണെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അത് ആരും ഒരിക്കലും ഇല്ലെങ്കിൽ മിസ്യൂസ് ചെയ്യാതിരിക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം തരുന്നു. ഹാവ് എ ഗ്രേറ്റ് ഡേ. നന്ദി, നമസ്കാരം, ബൈ.